ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും വിളംബര പത്രിക എന്ന് നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചതാരാണ്? ഉത്തരം കെ.സി. വെയർ. ആഗ്രഹങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും വിളംബര പത്രിക എന്ന നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചതാരാണ്? ഉത്തരം കെ.സി. വെയർ. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് ഏതാണ്? ഉത്തരം അനുച്ഛേദം 21. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്ന വകുപ്പ് ഏതാണ്? ഉത്തരം അനുച്ഛേദം 21. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗമേതാണ്? ഉത്തരം ഗ്ലോക്കോമ. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന രോഗമേതാണ്? ഉത്തരം ഗ്ലോക്കോമ. എല്ലാ ജില്ലാ ആശുപത്രികളിലും സ്ട്രോക്ക് യൂണിറ്റ് ആരംഭിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള പക്ഷാഘാത ചികിത്സാ പദ്ധതി ഏതാണ്? ഉത്തരം ശിരസ്. എല്ലാ ജില്ലാ ആശുപത്രികളിലും സ്ട്രോക്ക് യൂണിറ്റ് ആരംഭിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള പക്ഷാഘാത ചികിത്സാ പദ്ധതി ഏതാണ്? ഉത്തരം ശിരസ്. മാംസ്യത്തിൻ്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗമേതാണ്? ഉത്തരം മരാസ്മസ്. മാംസ്യത്തിൻ്റെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗമേതാണ്? ഉത്തരം മരാസ്മസ്. കാൽസ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് സാധാരണ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ജിപ്സം. കാൽസ്യം സൾഫേറ്റ് ഡൈഹൈഡ്രേറ്റ് സാധാരണ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ജിപ്സം. വായിച്ചു വളരുക എന്നത് ഏത് സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ആപ്തവാക്യമാണ്? ഉത്തരം കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. വായിച്ചു വളരുക എന്നത് ഏത് സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ആപ്തവാക്യമാണ്? ഉത്തരം കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട്. വെള്ളാട്ടം, കളിയാട്ടം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കലാരൂപമേത്? ഉത്തരം തെയ്യം. വെള്ളാട്ടം, കളിയാട്ടം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കലാരൂപമേത്? ഉത്തരം തെയ്യം. വൈലോപ്പിള്ളിയുടെ ഏത് കവിതാ സമാഹാരത്തിലുള്ള കവിതയാണ് മാമ്പഴം? ഉത്തരം കന്നിക്കൊയ്ത്ത്. വൈലോപ്പിള്ളിയുടെ ഏത് കവിതാ സമാഹാരത്തിലുള്ള കവിതയാണ് മാമ്പഴം? ഉത്തരം കന്നിക്കൊയ്ത്ത്.